നമസ്കാരം. ഞാനിപ്പോ 11 വർഷമായി ദുബായിലായിട്ട്. ഞാനും എല്ലാരെ പോലെ ഒരു 11 വർഷം മുമ്പ് ജോലി അന്വേഷിച്ച് ദുബായിൽ പോയതാണ്. ഇപ്പൊ നാട്ടിൽ വരുമ്പോൾ ആൾക്കാർ എന്നോട് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് ദുബായിൽ വല്ല ജോലി ഉണ്ടോ, വല്ല ചാൻസ് ഉണ്ടോ, വല്ല വിസ കിട്ടുമെന്നാണ്. ഞാൻ ഈ 11 വർഷത്തെ ദുബായ് എക്സ്പീരിയൻസിൽ ഒരുപാട് ബിസിനസ്സുകൾ നമുക്ക് നാട്ടിൽ നിന്ന് തന്നെ ദുബായിൽ ചെയ്യാൻ പറ്റും. അപ്പൊ അതിനെക്കുറിച്ച് സംസാരിക്കാന്ന് വിചാരിച്ചു. അല്ല, ഒരു ബിസിനസ്സാണ് ഇപ്പൊ ടൂ വീലറിന്റെ കാര്യം. ഇപ്പൊ നാട്ടിൽ എത്രയോ ചെക്കന്മാര് ടൂ വീലർ ഓടിച്ച് കിടക്കുന്നുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ദുബായിൽ ഒരു ടൂ വീലർ ലൈസൻസ് ഉണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞ ശമ്പളം ഇപ്പം കീറ്റ പോലുള്ള കീറ്റ, തലബാത്ത്, നൂൺ, ഒരുപാട് കമ്പനികളുണ്ട്. കീറ്റ തന്നെ കൊടുക്കുന്ന സാലറി മിനിമം 4500 ആണ്. അതായത് നാട്ടിലെ 1,12,000 രൂപ ശമ്പളം കിട്ടും. ഇനി ഇത് എങ്ങനെയാണ് ഇങ്ങനത്തെ ലൈസൻസുകൾ അല്ലെങ്കിൽ ഇങ്ങനെ ജോലി സാധ്യതകൾ നമുക്ക് കണ്ടെത്താൻ നോക്കാം. നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമുക്ക് നാട്ടിലെ ലൈസൻസ് വെച്ചിട്ട് അവിടെ വണ്ടി ഓടിക്കാൻ പറ്റില്ല. നമ്മൾ ടൂ വീലർ ലൈസൻസ് എടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ടൂ വീലർ ലൈസൻസ് എടുക്കണമെങ്കിൽ അവിടുത്തെ വിസ വേണം. ഇപ്പൊ നമ്മൾ റൈറ്റ് ഹൗസിൽ 9,999 രൂപ, അതായത് നാട്ടിലെ 2,30,000 രൂപയ്ക്ക് 2 വർഷത്തെ ലൈസൻസും അത് കൂടെ വിസയും കൊടുക്കുന്നുണ്ട്. ഈ ലൈസൻസിൽ നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് തന്നെ ഡയറക്റ്റ് വരികയും ചെയ്യാം. അവിടെ വന്നു കഴിഞ്ഞാൽ ടൂ വീലർ ലൈസൻസ് എടുക്കാം. ടൂ വീലർ ലൈസൻസിന് നാട്ടിൽ ഏതാണ്ട് 50,000 രൂപയാണ് ചെലവ് വരുന്നത്. അപ്പൊ നമ്മൾ ഈ വിസയിൽ വന്നു കഴിഞ്ഞാലേ ലൈസൻസ് എടുക്കാൻ പറ്റുള്ളൂ. ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏതായാലും എന്തെങ്കിലും ഒരു കമ്പനിയിൽ നമുക്ക് ജോലി കിട്ടും, ഷുവറായിട്ട് ഗ്യാരണ്ടീഡ് ആയിട്ട് കിട്ടും. കിട്ടിക്കഴിഞ്ഞാൽ അവർ ചില കമ്പനികൾ ഫിക്സഡ് സാലറി കൊടുക്കുന്നത്, അല്ലാത്ത കമ്മീഷൻ കൊടുക്കുന്നത്. കമ്മീഷൻ കൊടുക്കുകയാണെങ്കിൽ പോലും ഒരു ഡെലിവറിക്ക് ഏറ്റവും കുറഞ്ഞ 7.5 മുതൽ 10 ദിർഹംസ് വരെ കിട്ടും. അത് നാട്ടിൽ 250 രൂപ വരെ. ഒരു ദിവസം മിനിമം 25-30 ഡെലിവറീസ് ചെയ്യുന്ന ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ട്. സേഫ് ആണ്. ദുബായിൽ വണ്ടി ഓടിക്കുന്ന പഴയ പോലെയല്ല. ദുബായ് നിരത്തുകൾ ഇപ്പൊ നിങ്ങൾ ഗൂഗിളൊക്കെ അടിച്ചു നോക്കിയാൽ ഒരുപാട് പേര് ടൂ വീലർ എടുത്ത് ചീറിപ്പായെന്ന് കാണാൻ പറ്റും. അപ്പൊ നാട്ടിൽ നിൽക്കുന്ന ഒരാൾക്ക് ദുബായിൽ 1,12,000 രൂപ ശമ്പളം കൂടാതെ ബൈക്ക് ആ കമ്പനി ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. പെട്രോൾ ഉണ്ടാവും, മൊബൈൽ ഉണ്ടാവും, അതെല്ലാം അതിന്റെ കൂടെ ബെനിഫിറ്റ് ആയിട്ട് കിട്ടുന്നതാണ്. അപ്പൊ നമുക്ക് എങ്ങനെ പോലും മാസം ഒരു 70,000 രൂപ നാട്ടിൽ സേവ് ചെയ്യാൻ പറ്റും. അങ്ങനെ സേവ് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യ കാര്യങ്ങളൊക്കെ നടക്കില്ലേ. അപ്പൊ ഇതിനെക്കുറിച്ച് താല്പര്യമുണ്ട്, കൂടുതലായിട്ട് അറിയാൻ വേണ്ടി ഫ്രീലാൻസ് വിസ എങ്ങനെ എടുക്കുന്നത്, ലൈസൻസ് എങ്ങനെ എടുക്കുന്നത്, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളെ കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ റൈറ്റ് ഹൗസിൽ താഴെ കാണിക്കുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക. ഒരുപക്ഷെ ഇത് നിങ്ങളുടെ ലൈഫിൽ ഒരു ഗെയിം ചേഞ്ചർ ആയിരിക്കും. താങ്ക് യു.